ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ +1 അക്കൗണ്ടൻസി ക്രിസ്മസ് എക്സാമിൻ്റെ 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നന്നായിട്ട് പഠിക്കുക, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു: എക്സ്പ്ലെയിൻ വേരിയസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത്? അപ്പോൾ ഇതിൻ്റെ ഉത്തരങ്ങളായിട്ട് നമുക്ക് എന്തൊക്കെ പറയാം? മെയിൻറ്റെയിനിങ് ദ അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ റെക്കോർഡ്സ്, അക്കൗണ്ടിങ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ലക്ഷ്യം വെക്കുന്നുണ്ട്. 2, അസർട്ടൈൻമെൻറ്റ് ഓഫ് ദ റിസൾട്ട്. നമ്മളുടെ ഫേമിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടാകുന്നതെന്ന് അറിയണ്ടേ. അപ്പോൾ ആ ഒരു റിസൾട്ട് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായും ഈ ഒരു അക്കൗണ്ടിങ് ലക്ഷ്യം വെക്കുന്നുണ്ട്. ദെൻ ഡിറ്റർമൈനിങ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ നിലവിലെ ഫൈനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഒബ്ജക്റ്റീവ് വെക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു വേരിയസ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമുള്ള ഒത്തിരി യൂസേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ വേണ്ടതായിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഇതെല്ലാം തന്നെ അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ്. റെഡിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വെക്കുന്നുണ്ട്: maintaining the accounting records of business, ascertainment of the result, determining the financial position of business, provide information to various users of accounting information. ക്ലിയർ അല്ലേ മക്കളെ? അപ്പം നന്നായിട്ട് ഈ ഒബ്ജക്റ്റീവ്സ് ഒക്കെ പഠിച്ചു വെച്ചോളൂ. വളരെ സിമ്പിളാണ് പഠിക്കാൻ. 4 മാർക്കാണ് നമുക്ക് ഇതുവഴി കിട്ടുന്നത്. അപ്പോൾ ചുമ്മാ പോയിൻ്റ് എഴുതിയാൽ പോരാ, അതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു 2 ലൈൻ എക്സ്പ്ലനേഷനും കൂടി എഴുതിയാൽ കറക്റ്റായി. റെഡി അല്ലേ? അപ്പോൾ നമ്മളിനി വരാൻ പോകുന്ന മോഡൽ എക്സാം ഒക്കെ നന്നായിട്ട് തന്നെ എഴുതും അല്ലേ? അങ്ങനെ തന്നെ എഴുതണം. ഓക്കെ, ഇനി 22ാമത്തെ ചോദ്യം നോക്കാം. പ്രിപ്പയർ എ ട്രയൽ ബാലൻസ് ഫ്രം ദ ഫോളോയിങ് ലെഡ്ജർ അക്കൗണ്ട്സ്. നമുക്ക് കുറച്ച് എന്ത് തന്നിട്ടുണ്ട്? ലെഡ്ജർ അക്കൗണ്ട്സിൻ്റെ പേരും അതിൻ്റെ എമൗണ്ടും തന്നിട്ടുണ്ട്. ഇപ്പോൾ ഫേർണിച്ചർ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. ട്രയൽ ബാലൻസിൻ്റെ ഫോർമാറ്റ് അറിയാലോ നിങ്ങൾക്ക്. എങ്ങനെയാണ് ട്രയൽ ബാലൻസ് വരയ്ക്കുക? നെയിം ഓഫ് ദ അക്കൗണ്ടും ഡെബിറ്റ് കോളും ക്രെഡിറ്റ് കോളും ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ട്രയൽ ബാലൻസിൻ്റെ ഫോർമാറ്റായി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോന്നിൻ്റെയും ബാലൻസ് ആണ്. ഓരോ എമൗണ്ട് ഡെബിറ്റ് കോളത്തിലാണോ ക്രെഡിറ്റ് കോളത്തിലാണോ എഴുതേണ്ടതെന്നാണ് ഇനി നിങ്ങൾ അറിയേണ്ടത്. ക്ലിയർ അല്ലേ? അതറിഞ്ഞു കഴിഞ്ഞാൽ 4 മാർക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ഒന്നാമത്തത് ഫർണിച്ചറാണ്. ഫർണിച്ചർ എന്ന് പറയുന്നത് എന്താണ്? അസറ്റാണ് അല്ലേ? അപ്പോൾ അസറ്റിന് എന്ത് ബാലൻസാണ് മക്കളെ? ഡെബിറ്റ് ബാലൻസ്. അപ്പോൾ അത് ഡെബിറ്റ് കോളത്തിലാണ് എഴുതേണ്ടത്. ദെൻ ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡും എന്ത് തന്നെയാണ്? അസറ്റാണ്, അതും എന്താണ്? ഡെബിറ്റ് കോളത്തിൽ എഴുതണം. ദെൻ ക്രെഡിറ്റേഴ്സ്, ആ പേരിൽ തന്നെ ഉണ്ട്. ക്രെഡിറ്റേഴ്സ് എന്താണ്? നമ്മുടെ ലയബിലിറ്റിയാണ്. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? അതിനെ നമ്മൾ ക്രെഡിറ്റ് കോളത്തിലാണ് എഴുതേണ്ടത്, ക്രെഡിറ്റേഴ്സ്. പർച്ചേസസ് എന്ന് പറയുന്നതിന് ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ പർച്ചേസ് നമ്മൾ ഡെബിറ്റ് കോളത്തിൽ എഴുതാം. സെയിൽസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ നമ്മളത് ക്രെഡിറ്റ് കോളത്തിൽ എഴുതാം. ദെൻ ഡെപ്റ്റേഴ്സ് ഡെബിറ്റ് ബാലൻസ് ആണ്. ക്യാപിറ്റൽ ക്രെഡിറ്റ് ബാലൻസ് ആണ്. സാലറി ഡെബിറ്റ് ബാലൻസ് ആണ്. റെഡി? അപ്പോൾ ഈ രീതിയിൽ എഴുതുന്ന സമയത്ത് അതെങ്ങനെ വരണം എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ട്രയൽ ബാലൻസിൻ്റെ പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഫേർണിച്ചർ ഡെബിറ്റ് ബാലൻസ് ആണ്, ക്യാഷ് ഇൻ ഹാൻഡ് ഡെബിറ്റ് ബാലൻസ് ആണ്, ക്രെഡിറ്റേഴ്സ് ക്രെഡിറ്റ് ബാലൻസ് ആണ്, പർച്ചേസസ് ഡെബിറ്റ് ബാലൻസ് ആണ്, സെയിൽസ് ക്രെഡിറ്റ് ബാലൻസ് ആണ്, ഡെപ്റ്റേഴ്സ് ഡെബിറ്റ് ബാലൻസ് ആണ്, ക്യാപിറ്റൽ ക്രെഡിറ്റ് ബാലൻസ് ആണ്, സാലറി ഡെബിറ്റ് ബാലൻസ് ആണ്. ഓരോന്നിൻ്റെയും ബാലൻസ് പഠിച്ച് വെച്ചാൽ ട്രയൽ ബാലൻസിൻ്റെ പ്രിപ്പറേഷൻ വളരെ ഈസിയാണ്. റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ചോദ്യം എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. റെഡി? അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രയൽ ബാലൻസിൻ്റെ പ്രിപ്പറേഷൻ. ചിലത് തെറ്റിച്ച് തന്നിട്ട് നമ്മളോട് ശരിയാക്കാനും പറയുന്ന ഏരിയാസ് ഉണ്ടാവാറുണ്ട്. ഇനി ചോദിച്ചിട്ടുള്ള 4 മാർക്കിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഒരു സെയിൽസ് ഡേ ബുക്ക്. മെട്രോ ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഒരു ഫേമിൻ്റെ സെയിൽസ് ഡേ ബുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾക്കറിയാം സെയിൽസ് ഡേ ബുക്ക് എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്യുക? ക്രെഡിറ്റ് സെയിൽ നടക്കുന്ന സമയത്താണ് സെയിൽസ് ഡേ ബുക്ക് എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്യുക. റെഡി അല്ലേ? അപ്പോൾ നന്നായിട്ട് നോക്കാം. ഇവിടെ നമുക്ക് ജൂൺ 1 തന്നിട്ടുണ്ട്, അതുപോലെ ജൂൺ 17 പിന്നെ 25 തന്നിട്ടുണ്ട്. 3 ദിവസത്തെ കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 3ൻ്റെ നമുക്കൊന്ന് നോക്കാം. 2023 ജൂൺ 1 എന്തൊക്കെയാണ്? ഏതാണ് നമ്മുടെ നെയിം ഓഫ് ദ സപ്ലയർ? നമുക്ക് ആർക്കാണ് നമ്മളിത് വിറ്റത്? സോൾഡ് ടു സെൻ ഇൻ്റർനാഷണൽ. അപ്പോൾ സെൻ ഇൻ്റർനാഷണലിന് നമ്മളവിടെ മേളിൽ എഴുതി വെക്കണം. സെൻ ഇൻ്റർനാഷണൽ എന്തൊക്കെയാണ് വിറ്റത്? 10 ലാപ്ടോപ്പ്.
ഒരു ലാപ്ടോപ്പിന് 30,000 രൂപ വെച്ചിട്ട് 10 ലാപ്ടോപ്പ് വിറ്റു. അപ്പോൾ തന്നെ എത്ര ലക്ഷമായി? 3 ലക്ഷം. 3 ലക്ഷം രൂപയാണ് നമുക്കായത്. അതായത് 10 ലാപ്ടോപ്പ് 30,000 രൂപയ്ക്ക്, ഒരു ലാപ്ടോപ്പിന് 30,000 വെച്ചിട്ട് 10 ലാപ്ടോപ്പ് വെക്കുമ്പോൾ 3 ലക്ഷം രൂപയാണ് അവിടെ നമുക്ക് എമൗണ്ട് വരുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ. അടുത്ത നോക്കിക്കേ, 15 പ്രിൻറ്റേഴ്സ് 6,000 രൂപ. അപ്പോൾ 15 × 6,000 എത്രയാണ്? 90,000 അവിടെ വരും, 90,000 വരും. ഓക്കെ, ഇത് രണ്ടുമാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇത് രണ്ടും എഴുതുന്നു. സെൻ ഇൻ്റർനാഷണൽ എഴുതിയിട്ട് 10 ലാപ്ടോപ്പ് അറ്റ് ₹30,000 ഈച്ച് എന്ന് എഴുതുക, അതിൻ്റെ എമൗണ്ട് എഴുതുക. 15 പ്രിൻറ്റേഴ്സ് അറ്റ് ദ റേറ്റ് ഓഫ് ₹6,000 ഈച്ച് എന്ന് എഴുതുക, 90,000 എഴുതുക. രണ്ടും കൂടി കൂട്ടിയിട്ട് കിട്ടുന്ന 3,90,000 ഔട്ടർ കോളത്തിൽ എഴുതാം. ആദ്യത്തെ സെഷൻ അത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ നോക്കുക, ജൂൺ 17. എന്താണ്? സോൾഡ് ടു AB ട്രേഡേഴ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ AB ട്രേഡേഴ്സിൻ്റെ പേര് എഴുതണം. എന്തൊക്കെയാണ്? 10 മൊബൈൽ ഫോൺ അറ്റ് ₹10,000 ഈച്ച്. 10 മൊബൈൽ ഫോണാണ് 10,000 രൂപയ്ക്ക്. ഒരു ഫോണിന് 10,000 ആണ് കേട്ടോ. അപ്പോൾ എത്രയും മക്കളെ? 1 ലക്ഷം. പിന്നെന്താണ്? 20 കമ്പ്യൂട്ടേഴ്സ്, ഒന്നിന് 3,000. അപ്പോൾ തന്നെ എത്രയായി? 60,000. 20 × 3,000 60,000. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1,60,000 കിട്ടും. കഴിഞ്ഞോ? നേരത്തെ പോലെ കഴിയാറായോ? ഇല്ല, എന്തും കൂടി ഉണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട് 10%. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള 1,60,000ൻ്റെ 10% കാണാം. അപ്പോൾ നമുക്ക് 16,000 കിട്ടും. ഈ 1,60,000 നമ്മൾ 1,60,000ൽ നിന്നും 16,000 കുറച്ചാൽ കിട്ടുന്ന 1,44,000 ആണ് ഔട്ടർ കോളത്തിൽ എഴുതേണ്ടത്. റെഡി അല്ലേ? ഇപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് കുറയ്ക്കാൻ മറന്നു പോകരുത്, അതിനൊക്കെ മാർക്കുണ്ട്. പിന്നെ 25ാമത്തെ ദിവസം എന്താണ്? KK ട്രേഡേഴ്സ് ആണ്. അവിടുന്ന് എന്താണ് വിറ്റത്? സോൾഡ് ടു KK ട്രേഡേഴ്സിന് എന്താ വിറ്റത്? 5 ഇൻവെൻറ്റർ 7,000 ഈച്ച്. അപ്പോൾ 5 × 7,000 35,000. അപ്പോൾ ഇതെല്ലാം എഴുതിയിട്ട് ഔട്ടർ കോളത്തിലെ ഫിഗേഴ്സ് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് നമ്മളുടെ ടോട്ടലായിട്ട് എഴുതേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ രീതിയിലാണോ അത് എഴുതിയതെന്നൊന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ നിങ്ങൾ ഒറ്റയ്ക്ക് ആദ്യം ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് ഇതുപോലെയാണോ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് നോക്കാം. ഓക്കെ, ആദ്യം സെൻസ്ട്രീൻ്റെത് ചെയ്യുക. അത് ചെയ്ത് കിട്ടുന്ന 2 ഫിഗേഴ്സും എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. എന്നിട്ട് ആഡ് ചെയ്തിട്ട് കിട്ടിയ ഫിഗർ ഔട്ടർ കോളത്തിലോട്ട് എഴുതാം. അവിടെ അത്രയേ ഉള്ളൂ. പിന്നെ AB ട്രേഡേഴ്സിൻ്റെത് രണ്ടും കൂടി കൂട്ടുക, എന്നിട്ട് കിട്ടിയ ഫിഗറിൽ നിന്ന് 10% കുറച്ചിട്ടുള്ള ഫിഗർ വേണം പുറത്ത് എഴുതാൻ. പിന്നെ KK ട്രേഡേഴ്സിൻ്റെതും കൂടി എഴുതി 3ഉം കൂടി എന്ത് ചെയ്യുക? ഈ കാണുന്ന 3 എണ്ണം കൂടി അങ്ങോട്ട് കൂട്ടുക. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. അപ്പോൾ ഫോർമാറ്റൊക്കെ എല്ലാത്തിൻ്റെയും നന്നായിട്ട് പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി അല്ലേ? അടുത്തതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. നമ്മുടെ 2ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു മാച്ച് ദ ഫോളോയിങ് എന്നൊക്കെ ഒന്ന് പറയാം. ആദ്യത്തെ ഒരു ഏരിയ, ട്രാൻസാക്ഷൻസ് ആർ ടു ബി കെപ്റ്റ് നോട്ട് ഇൻ ഫിസിക്കൽ യൂണിറ്റ്. ട്രാൻസാക്ഷൻസ് ആർ ടു ബി കെപ്റ്റ് നോട്ട് ഇൻ ഫിസിക്കൽ യൂണിറ്റ് എന്നാണ് പറയുക. അതായത് ഫിസിക്കൽ യൂണിറ്റ് ആയിട്ടല്ല നമ്മൾ ട്രാൻസാക്ഷൻസ് വെക്കുന്നത്. എന്ത് രീതിയിലാണ്? നമ്മൾ മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ എക്ക് കറക്റ്റായിട്ടുള്ള ഏതാണ്? മണി മെഷർമെൻറ്റ്. ഫിസിക്കൽ യൂണിറ്റിലല്ല, മണി മെഷർമെൻറ്റ്, മോണിറ്ററി ടേംസിലാണ് നമ്മൾ അതെന്ത് ചെയ്യുന്നത്? കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തേൻ്റെ ആൻസർ മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. രണ്ടാമത്തെ എന്താണ്? ബിസിനസ് ഫേം വുഡ് കണ്ടിന്യൂ ടു ക്യാരി ഔട്ട് ഇറ്റ്സ് ഓപ്പറേഷൻ ഇൻഡെഫിനിറ്റ്ലി. ബിസിനസ് ഒരുപാട് കാലം മുന്നോട്ട് പോകും, ഒത്തിരി കാലം ഇത് ഗോയിങ് ആയിരിക്കും എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ്. വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഗോയിങ് കോൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഈ ഒരു ഫേം ഒരുപാട് കാലം എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്പറേഷൻ ചെയ്ത് മുന്നോട്ട് പോകും എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ഇന്ന് തുടങ്ങി നാളെ അവസാനിപ്പിക്കാം, അടുത്ത മാസം അവസാനിപ്പിക്കാം എന്നുള്ള ഒരു ഇൻറ്റൻഷനിലല്ല അവർ വർക്ക് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സോ ഗോയിങ് കൺസേൺ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് രണ്ടാമത്തത് പറയുന്നത്. ദെൻ മൂന്നാമത്തെ കോൺസെപ്റ്റ് എന്താണ്? അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. അതെന്താണ്? ഒരു ട്രാൻസാക്ഷന് 2 ആസ്പെക്റ്റ് ഉണ്ടാവുന്നല്ലേ? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെ വിളിക്കുന്ന പേരെന്താണ്? അതിനെ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് ഡുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്തത്, ഒരു ട്രാൻസാക്ഷന് 2 ആസ്പെക്റ്റുകൾ ഉണ്ടാവും, ഡുവൽ ആസ്പെക്റ്റ് ഉണ്ടാവും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഈച്ച് ട്രാൻസാക്ഷൻ ഈസ് സപ്പോർട്ടഡ് ബൈ വെരിഫയബിൾ ഡോക്യുമെൻറ്റ്സ്. അതെന്താണ്? അത് നമ്മുടെ ഫേമിൻ്റെ ഒബ്ജക്റ്റീവ് കോൺസെപ്റ്റാണ് അത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എന്ത് വരുന്നത്? മാച്ച് ദ ഫോളോയിങ്ങിൻ്റെ ആൻസേഴ്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഒന്നുകൂടെ ഈസി ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്.
നന്നായിട്ട് നോക്കുക, നല്ല രീതിയിൽ തന്നെയാണോ ശരിയായ രീതിയിലാണോ നിങ്ങൾ എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇനി എഴുതാൻ പോകുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആക്കി എഴുതാൻ എങ്ങനെയാണെന്നൊന്ന് നോക്കുക. എ ബി എന്ന് പറഞ്ഞ് 2 കോളം വരച്ച് തന്നെ ചെയ്യാം കേട്ടോ. റെഡി? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ചോദ്യമായിരുന്നു. നമുക്കറിയാം അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. വളരെ സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഓവർ ഡ്രാഫ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ തന്നിട്ടുള്ളത്. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് തന്നിട്ടുണ്ട് എത്ര? 10,000. അപ്പോൾ നമ്മൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റ് വരയ്ക്കുന്നു. പെർട്ടിക്കുലേഴ്സ് റുപ്പീസ് എന്ന് 2 എമൗണ്ട് കോളം എഴുതുന്നു, 1 ഇന്നർ കോളാണ്. എന്നിട്ട് നമ്മൾ ആദ്യം എന്ത് എഴുതണം? ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക് എന്ന് പറഞ്ഞിട്ട് 10,000 റുപ്പീസ് ഔട്ടർ കോളത്തിൽ ആദ്യം എഴുതി വയ്ക്കാം. റെഡി? അടുത്തത് ചെക്ക് നമ്മൾ ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് ബട്ട് നോട്ട് ക്രെഡിറ്റഡ്. ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് ബട്ട് നോട്ട് എന്താണ്? ക്രെഡിറ്റഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ എമൗണ്ട് എത്രയാണ്? 8,000. അപ്പോൾ ഇത് മക്കളെ, ഇത് നമ്മൾ പാസ്ബുക്കിനോട് ആഡ് ചെയ്യേണ്ടതായിരിക്കുമോ ലെസ് ചെയ്യേണ്ടതായിരിക്കുമോ? ഇത് നമ്മൾ എന്ത് ചെയ്യും? ഓവർ ഡ്രാഫ്റ്റ് ആണല്ലേ, അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യണം? ലെസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു 8,000 നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അടുത്തത് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് യെറ്റ് പ്രസൻറ്റ് ഫോർ പേയ്മെൻറ്റ്. ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, പക്ഷേ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടില്ല? പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അതെന്ത് ചെയ്യണം? അത് നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് വാല്യൂവിൻ്റെ കൂടെ എന്ത് ചെയ്യണം? അത് നമ്മൾ ആഡ് ചെയ്യേണ്ട ഫിഗറാണ് 3,000. ക്ലിയർ? അടുത്ത ചോദ്യം, ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് നോട്ട് എൻറ്റേർഡ് ഇൻ ക്യാഷ് ബുക്ക്. ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ്, ഓവർ ഡ്രാഫ്റ്റിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ്, ഓവർ ഡ്രാഫ്റ്റിന് എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. അത് ക്യാഷ് ബുക്കിൽ എൻ്റർ ആയിട്ടില്ല. അപ്പോൾ അതെന്ത് ചെയ്യണം? അത് ലെസ് ചെയ്യണം. ഓക്കെ, 2 എണ്ണം ഇപ്പോൾ ലെസ് ചെയ്തു. ഒന്ന് ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ക്രെഡിറ്റഡും പിന്നെ ഇൻട്രസ്റ്റ്, അത് രണ്ടും എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അടുത്തത് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ബാങ്ക് 700. അതും നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പോൾ 3 ഐറ്റം ലെസ് ചെയ്യുക, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് മാത്രം ആഡ് ചെയ്യുക. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗർ 3,800 ആണോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. 3,800 ആണോ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എന്ന്. ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് കിട്ടിയത് 3,800 ആണോ നോക്കുക. ഇതിൽ ഒരു കാര്യമാണ് നമ്മൾ ആഡ് ചെയ്യാനുള്ള. ആഡ് ചെയ്യേണ്ടത് ഏതാണ്? ഏത് ഫിഗറാണ് നിങ്ങൾ ആഡ് ചെയ്തത്? ആഡ് ചെയ്യേണ്ട ഫിഗർ എന്ന് പറയുന്നത് ഈ കാണുന്ന 3,000 ആണ്. ബാക്കി എല്ലാം തന്നെ 8,000ഉം 500ഉം 700ഉം എന്ത് ചെയ്യാണ്? നമ്മൾ ലെസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉത്തരം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയാണ് ഓവർ ഡ്രാഫ്റ്റ് വെച്ചിട്ടുള്ള ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന്. റെഡിയല്ലേ മക്കളെ? ഓക്കെ, ഇനി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഈ ഒരു സെഷനിലെ അവസാനത്തെ ക്വസ്റ്റ്യനാണ്. നമുക്ക് നോക്കാം എന്താണ് ചോദ്യം. ഒരു ഡിപ്രിസിയേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. ഡിപ്രിസിയേഷൻ്റെ വാല്യൂം കാണണം, മെഷീനറി അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. നോക്കാം. ഓൺ April 1st, 2020 RK Traders purchased a machine for 80,000. എന്താണ്? 2020 April 1 RK Traders 80,000 രൂപ കൊടുത്ത് ഒരു മെഷീൻ അവരെന്ത് ചെയ്തു? പർച്ചേസ് ചെയ്തു. ഒരു മെഷീൻ അവർ പർച്ചേസ് ചെയ്തു. ഓക്കെ, അതിൽ നമുക്ക് ഡൗട്ടില്ലല്ലോ, സിമ്പിളല്ലേ. ആൻഡ് സ്പെൻഡ് 10,000 ഓൺ ഇറ്റ്സ് ക്യാരേജ് ആൻഡ് 10,000 ഓൺ ഇൻസ്റ്റലേഷൻ. അപ്പോൾ അതിൻ്റെ ക്യാരേജിനും ഇൻസ്റ്റലേഷനും വേണ്ടിയിട്ട് ക്യാരേജിന് ഒരു 10,000, ഇൻസ്റ്റലേഷന് ഒരു 10,000, അങ്ങനെ 20,000 അതിൻ്റെ മറ്റ് ചിലവുകൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, അതും പ്രശ്നമില്ല. ദെൻ ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് വർക്കിംഗ് ലൈഫ് 10 years. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ലൈഫ് എത്രയാണ്? 10 കൊല്ലം. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ആൻഡ് ആഫ്റ്റർ 10 years ഇറ്റ് സ്ക്രാപ്പ് വാല്യൂ വിൽ ബി 10,000. സ്ക്രാപ്പ് വാല്യൂ തന്നിട്ടുണ്ട്. സ്ക്രാപ്പ് വാല്യൂ എന്താണ്? ഇതിൻ്റെ ലൈഫ് കഴിഞ്ഞിട്ടും നമ്മളിതിനെ വിൽക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള വാല്യൂ ആണെന്ത്? അതിന് സ്ക്രാപ്പ് വാല്യൂ 10,000 എന്ന് പറയുന്നത്. ആൻഡ് പ്രിപ്പയർ എ മെഷീൻ അക്കൗണ്ട് ഫോർ ദ ഫസ്റ്റ് 3 years. 3 കൊല്ലത്തേക്കുള്ള, ആദ്യത്തെ 3 കൊല്ലത്തേക്കുള്ള മെഷീൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ആൻഡ് ബൈ പ്രൊവൈഡിങ് ഡിപ്രിസിയേഷൻ ഓൺ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. മെത്തേഡും പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. ദെൻ അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ് ഓൺ March 31st every year. ഓക്കെ, അപ്പം നമുക്ക് വേണ്ട ഇൻഫർമേഷനൊക്കെ ഇതിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കണം. ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് ലൈഫ്.
അപ്പോൾ ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ലൈഫ് എത്രയാണ്, കോസ്റ്റ് ഓഫ് അസറ്റ് എത്രയാണ്, നമ്മൾ വാങ്ങിച്ച വില എത്രയാണ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണ്, 80,000. പിന്നെ കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറയുമ്പോൾ വാങ്ങിച്ച വില മാത്രമല്ല, അതിന് ചിലവായിട്ടുള്ള മറ്റ് ഫിഗറും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. അപ്പോൾ 80,000 ഉണ്ട്, പിന്നെ നമ്മൾ അതിന് ക്യാരേജിന് സ്പെൻഡ് ചെയ്തിട്ടുള്ള 80K കൂടെ അതിൻ്റെ ക്യാരേജിന് സ്പെൻഡ് ചെയ്തിട്ടുള്ള 10K കൂട്ടണം, പിന്നെ അതിൻ്റെ ഇൻസ്റ്റലേഷന് സ്പെൻഡ് ചെയ്തിട്ടുള്ള 10K കൂട്ടണം. അങ്ങനെ മൊത്തം എത്ര രൂപയായി, 80,000 പ്ലസ് 10,000 പ്ലസ് 10,000. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കണ്ടുപിടിക്കണം. അതിനുശേഷം അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ അങ്ങോട്ട് കുറയ്ക്കണം. സ്ക്രാപ്പ് വാല്യൂ എത്രയാ, 10,000 അല്ലേ. ഇതൊന്നും ഞാൻ ഉണ്ടാക്കി പറയണല്ല, ഒക്കെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 80,000 കൂടെ 10,000 കൂട്ടി എത്ര കിട്ടി, 90,000 പ്ലസ് പിന്നെയും 10,000 കൂട്ടി, അപ്പോൾ 1 lakh കിട്ടി. അതിൽ നിന്ന് സ്ക്രാപ്പ് വാല്യൂ ആയിട്ടുള്ള 10,000 കുറച്ചപ്പോൾ 90,000 കിട്ടി. ഇനി എന്ത് ചെയ്യണം, നമ്മുടെ ഇക്വേഷനിൽ ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് ലൈഫ് എത്രയാ, 10 വർഷം. അപ്പോൾ 90,000 ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 9,000 ആണ് ഈ ഒരു മെഷീൻ്റെ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷൻ നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക. ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഇക്വേഷൻ? ഡിപ്രിസിയേഷൻ ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് ലൈഫ്. അപ്പോൾ കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറയുമ്പോൾ വാങ്ങിച്ച 80,000 വരും, പിന്നെ അതിൻ്റെ ക്യാരേജ് വരും, പിന്നെ അതിൻ്റെ ഇൻസ്റ്റലേഷൻ വരും. അങ്ങനെ മൊത്തം കുറയ്ക്കണം. അതിൽ നിന്ന് സ്ക്രാപ്പിൻ്റെ വാല്യൂ കുറയ്ക്കണം 10,000. അപ്പോൾ 90,000 ഡിവൈഡ് ബൈ 10. അങ്ങനെയാണ് നമുക്ക് 9,000 എന്ത് കിട്ടുന്നത്, ഡിപ്രിസിയേഷൻ കിട്ടുന്നത്. റെഡി അല്ലേ? ഇനി അതിൻ്റെ മെഷീനറി അക്കൗണ്ടും കൂടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുഴുവൻ മാർക്കും കിട്ടും. വളരെ സിമ്പിൾ അല്ലേ? മെഷീനറി അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക? ആദ്യം അതിൻ്റെ ഫോർമാറ്റ് വരയ്ക്കുക, എന്നിട്ട് കൃത്യമായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം അത് വാങ്ങിക്കുന്നത് എഴുതണം അല്ലേ. അതാണ് ഇവിടെ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളത്. എത്രയാണ്, 1 lakh. 80,000 പ്ലസ് 10,000 പ്ലസ് 10,000. പിന്നെ അതിൻ്റെ ഡിപ്രിസിയേഷൻ ആദ്യത്തത് 9,000 വരും. ഈ കാണുന്ന 9,000 ആണ് 31 മാർച്ചിൽ വന്ന ഫസ്റ്റ് ഡിപ്രിസിയേഷൻ. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ് അല്ലേ. അപ്പോൾ എല്ലാ കൊല്ലവും 9,000 തന്നെയായിരിക്കും. എന്നിട്ട് ഈ ഒരു കാണുന്ന 10 lakhൽ നിന്ന് ഈ 1 lakhൽ നിന്ന് 9,000 അങ്ങോട്ട് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന 91,000 ആണ് ബാലൻസ് ആയിട്ട് വരിക. അതായിരിക്കും അടുത്ത വർഷത്തെ എന്ത് ബാലൻസ്, 91,000. പിന്നെ ഈ കാണുന്ന ഡിപ്രിസിയേഷൻ തന്നെയായിരിക്കും നെക്സ്റ്റ് ഇയറിലുണ്ടാവുക 9,000. അപ്പോൾ എന്താണ്, നമ്മൾ 91,000 നിന്ന് വീണ്ടും 9,000 കുറയ്ക്കുന്നു, അപ്പോൾ 82,000 കിട്ടുന്നു. അതാണ് അതിൻ്റെ ബാലൻസ്. നെക്സ്റ്റ് ഇയറിലും 82,000. അപ്പോൾ നമ്മളത് ഡിപ്രിസിയേഷൻ ആ വർഷത്തത് 9,000 തന്നെ വരും. എന്നിട്ട് 82,000 നിന്ന് 9,000 കുറയ്ക്കുന്നു, അപ്പോൾ 73,000 വരുന്നു. ക്ലിയർ അല്ലേ? ഈ രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 4 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. റെഡി അല്ലേ? അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ